റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കണ്ണും പോകും പോലും കഴിയാതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് നേരെ ഇങ്ങോട്ട് വന്നത്. വേറെ ഒന്നിനല്ല, മിക്ക ദിവസം പറയുന്ന പോലെ തന്നെ എന്റെ ഫ്രണ്ട് അശ്വിനെ കൊണ്ടുവിടാനായിട്ട് അവനെ അവിടെ ആക്കി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് കഴിക്കാൻ കുറച്ച് ബ്രെഡ് മാത്രം ഇരിപ്പുണ്ട്. എനിക്ക് വിചാരിച്ചാൽ പിന്നെ ഇന്ന് ബ്രെഡ് ഓംലേറ്റ് ആക്കാം. അങ്ങനെ ഒട്ടയുപ്പും പെപ്പറും ഒക്കെ കൂടെ ചേർത്ത് ഒരു മിക്സ് ആക്കി അങ്ങനെ ആ മിക്സ് ഒക്കെ ബ്രെഡിന്റെ മണ്ടയിൽ തൂവിട്ടാണ് ദോശക്കല്ലിൽ ഇട്ട് ചുട്ടെടുക്കണം. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇടണം. ഒരു മനസ്സിൽ പ്രോപ്പർ ആയിട്ട് രണ്ട് സൈഡും വേണമല്ലോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി നമ്മൾ കഴിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് മുടി വെട്ടിയാരെന്നൊരു പൂതി പെട്ടെന്നുണ്ടായി. മുടി വെട്ടുന്നതിന് മുന്നേ ഇങ്ങനെ അവിടെ ചെന്നിട്ടപ്പോൾ അവിടുത്തെ ബാർബറായിട്ട് നമ്മളോട് ചോദിച്ചു നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. അങ്ങനെ വെറൈറ്റി പിടിച്ച് നമ്മൾ ലാസ്റ്റിൽ ഏകദേശം വൺ സൈഡ് പോലൊക്കെ ആയിട്ടാണ് മുടി വെട്ടി. സംഭവം എനിക്ക് ഇഷ്ടമായി. മുന്നൊക്കെ മിക്കപ്പോഴും ഞാനാണെങ്കിൽ സീറോ ഫെയ്ഡ് ആയിരുന്നു ചെയ്യാറുള്ളത്. വെറൈറ്റി ഒക്കെ വേണ്ടത്. വീട്ടിൽ തിരിച്ച് വന്നിട്ട് മുടി ആയതും ആകാത്തതായിട്ടുള്ള എല്ലാ തുണിയും നനച്ചിട്ട് അപ്പോഴാണ് ഒരു കൊറിയർ മേടിക്കാനായിട്ട് ചെങ്ങന്നൂർ വരെ പോകേണ്ടി വന്നത്. കമ്പത്തിന് തിരുമേനിമാർക്കുള്ള ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ പൂക്കി ഉണ്ടായിരുന്നു. ഒരു ചായ ഒക്കെ കുടിച്ചു. ഈ കുരിപ്പിന്റെ കാര്യം നോക്കണേ, ആ പിടിക്കുന്ന മെഷീൻ എടുത്തിട്ടാണ് അവനെ ഈ അമ്മാനാണ് അല്ലാത്ത ജാതി കുരിപ്പ് തന്നെ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേന് വയ്യ കമ്പത്തറയൊക്കെ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ ഞങ്ങൾ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ആൾക്കാരൊക്കെ വരാം. അടിയൊക്കെ പകുതി ആയപ്പോഴത്തേന് നമ്മുടെ മെയിൻ ക്യാരക്ടർ മണിയനാണെങ്കിൽ എൻട്രി ചെയ്തു. ചെറ്റി വരുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു റബിളിന്റെ പീസ് കുഴിച്ചെടുക്കാനായിട്ട് ചില ടാസ്ക് ആയിരുന്നു. എന്നാലും ഒരു വിധത്തിലാണെങ്കിൽ നമ്മൾ കുഴിച്ചൊക്കെ എടുത്ത് അങ്ങനെ പയ്യെ മണിയനും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് ശേഷമാണ് സൈക്കിൾ നേട്ടുന്നത്. പക്ഷെ പണ്ടത്തെ ആ ഒരു സെയിം വൈബ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തൊരു കടയിൽ കുറച്ച് വെള്ളം മേടിക്കാൻ പോയതാണ്. അങ്ങനെ മേലെ റോഡിന്റെ സൈഡിലത്തെ ചെത്തിവാരിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് താഴെ കമ്പം കത്തിക്കുന്ന ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാസമായിട്ട് പണിയെടുക്കുന്ന പയ്യന്റെ പേരാണ് ഉണ്ണി. എല്ലാവരും പണിയെടുക്കുന്നുണ്ട് ഇൻസ്പയർ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് വന്ന് പല്ലിയൊക്കെ മേടിച്ചോണ്ട് പോയിട്ടാണ്. അങ്ങനെ എന്നാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്തൊരു മെയിൻ ക്യാരക്ടർ ഒന്ന് അമ്പാടി. ഒക്കെ നല്ല ആക്റ്റീവ് ആണ്, നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും. ഈ പോച്ചെത്തുന്ന ആളാണ് ഇവിടുത്തെ ഏറ്റവും മൂത്ത ജിം. ഇക്കാണ് മോനെ പണ്ടത്തെ ജിമ്മാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണി എന്നുള്ള ശരിക്കത്തെ പേരിന് ഉപരി പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് മസിലുണ്ണി എന്ന പേരിലാണ്. നമ്മൾ വിചാരിച്ചാലും വേഗത്തിൽ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. കഴിഞ്ഞപ്പോഴത്തേന് അപ്പുറത്തൊരു വീട്ടിൽ സ്ക്വാഷിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതും പോയി എടുത്ത് കുടിച്ചു. കുറച്ച് കുപ്പിയിലാക്കി എടുത്തോണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് അതിനകത്ത് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ബെഡിലൊക്കെ ചെന്ന് കിടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുന്നത്. മിന്നാമിനെ ആശാന്റെ തലവണയുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനായിട്ട് ഓടിച്ചിടാനൊന്നും പോയില്ല. ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ കിടന്ന് മിന്നുന്നുണ്ടായിരുന്നു. ബാക്കി നാളെ ഒക്കെ ബൈ.